ദൈവനാമം മഹത്വപ്പെടുമാറാവട്ടെ. മിഷൻ സാഗാസിറ്റി ഒരുക്കുന്ന ബൈബിൾ സാഗ സാറ്റർഡേ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം നന്നായി നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമുക്ക് ഒരുമിച്ച് ഹൗ ക്യാൻ ബി എ എക്സാമ്പിൾ ഫോർ ഫാമിലി എന്ന ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്ത് ചില കാര്യങ്ങൾ ഒന്നിച്ച് പഠിക്കാൻ സ്രോതത്തിലെ വലിയവനായ ദൈവം സഹായിക്കട്ടെ. നമ്മൾ ഓരോരോ ഭവനങ്ങളിൽ സ്രോതത്തിലെ വലിയവനായ ദൈവം നമ്മളെ ആക്കി വെച്ചിട്ടുണ്ട്. ഈ ഭവനങ്ങളിൽ നമ്മളായിരുന്നുകൊണ്ട് നമ്മൾ പരസ്പരം നമ്മുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സിന് നമ്മൾ എങ്ങനെ എക്സാമ്പിളായിട്ട് മാറുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വരും ദിവസങ്ങളിൽ ഒന്നിച്ച് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കുവാൻ സ്രോതത്തിലെ വലിയവനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ. ദൈവം ഈ ഭൂമിയിൽ വെച്ച ഏറ്റവും വലിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫാമിലി എന്നുള്ളത്. കുടുംബം ഇമ്പമുള്ളത് എന്ന് നമുക്ക് മലയാളത്തിലൊക്കെ പല ദേവദാസന്മാർ പറയുന്നത് കേൾക്കുന്നുണ്ട്. കുടുംബം ഇമ്പമുള്ളത്. പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വളരെ സന്തോഷമായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്, പരസ്പരം സ്നേഹിക്കുന്നത് നമ്മുടെ കുടുംബത്തിലുള്ള മാതാപിതാക്കളെയും സഹോദരന്മാരെയും ഒക്കെയാണ്. അപ്പം ദൈവം നമുക്ക് ആ നിലയിൽ നമ്മളെ കൺസേൺ ചെയ്തുകൊണ്ട് നമ്മളെ ഓരോ ഭവനങ്ങളിൽ സ്രോതത്തിലെ വലിയവനായ ദൈവം നമ്മളെ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ അവിടെ ആക്കി വെച്ച സ്രോതത്തിലെ വലിയവനായ ദൈവം നമ്മളെക്കുറിച്ച് ചില കാഴ്ചപ്പാടുകൾ ഉള്ള കാര്യം നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അബ്രഹാമിന്റെ നിലയിൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിനോട് അബ്രഹാമിന്റെ ആ ബന്ധം അനേക നിലയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ അബ്രഹാമിനെ സപ്പോർട്ട് ചെയ്ത ആ ഫാമിലി നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. അതേപോലെ നോഹയുടെ ഫാമിലിയിലേക്ക് നോക്കുമ്പോൾ ദൈവം നോഹയ്ക്കൂടെ ഒരു വലിയൊരു മിഷൻ, ആ കപ്പൽ അല്ലെ പെട്ടകം ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ ആ ഫാമിലി ആ നോഹയുടെ ഒപ്പം ചേർന്ന് അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ ആക്കി വെച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫാമിലി. ഫാമിലിയിലുള്ള സഹോദരന്മാർ, മാതാപിതാക്കൾ, അവർ മറ്റുള്ളവർക്ക് അവരുടെ മക്കൾക്ക് എങ്ങനെ എക്സാമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്യാം. നമ്മളെ നോക്കിക്കാണുന്ന നമ്മുടെ മക്കള്, നമ്മളെ നോക്കിക്കാണുന്ന നമ്മുടെ പേരൻസ് നമുക്ക് എങ്ങനെ എക്സാമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. ഈ ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ യുവ സഹോദരങ്ങൾ, നമ്മുടെ കുഞ്ഞു മക്കള് ലോകത്തിലുള്ള അനേക ക്രിക്കറ്റ് കളിക്കാരെയും ഫുട്ബോൾ പ്ലെയേഴ്സിനെയും അതേപോലെ സിനിമാ നടന്മാരെയും ഒക്കെ ഒബ്സർവ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പലപ്പോഴും പല ആൾക്കാർ അവര് ഡ്രസ്സ് ചെയ്യുന്ന പോലെ ഡ്രസ്സ് ചെയ്യാനും, അവര് എയർ കട്ട് ചെയ്യുന്ന പോലെ എയർ കട്ട് ചെയ്യാനും, അവര് ധരിക്കുന്ന വാച്ച് പോലത്തെ വാച്ച് ധരിക്കുവാനും, അവർ പറയുന്ന നിലയിൽ, അവർ പറയുന്ന ആ ടോണിൽ സംസാരിക്കുവാനും അനേകര് ആ നിലയിൽ ലോകത്തിലെ അനേക കുഞ്ഞുമക്കള്, യുവ സഹോദരന്മാരൊക്കെ ആ നിലയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. എന്നാൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഭവനത്തിലുള്ള മറ്റ് കുടുംബാംഗങ്ങൾക്ക് നമ്മൾ എങ്ങനെ മാതൃകയായി നിൽക്കുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവർക്ക്, നമ്മുടെ ഭവനത്തിലുള്ളവർക്ക് എങ്ങനെ പ്രയോജനകരമായിരിക്കുന്നു അല്ലെങ്കിൽ പ്രചോദനകരമായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ ഈ ഭൂമിയിലാക്കി വെച്ചത് ഒരു കുടുംബത്തിലാണ്. ആ കുടുംബത്തിന്റെ മഹത്വം പലപ്പോഴും നമുക്ക് മനസ്സിലാവാതെ, നമ്മൾ ആ കുടുംബത്തിനോട് കൂടെ സമയം സ്പെൻഡ് ചെയ്യാതെ, ആ കുടുംബത്തിലുള്ളവരുടെ അവര് ചെയ്യുന്ന ആക്ടിവിറ്റീസ്, ആത്മീകമായ ആക്ടിവിറ്റീസുകളെ മനസ്സിലാക്കാതെ, അവരെ പ്രോത്സാഹനം ചെയ്യാതെ ആ നിലകളിൽ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ ദൈവം നമ്മളെ ആക്കി വെച്ച ആ കുടുംബത്തിന് നമുക്ക് ദൈവം ആഗ്രഹിച്ച നിലയിലുള്ള ഉത്തരവാദിത്തങ്ങളെ ചെയ്യുവാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസം ഞാനൊരു ക്യാപ്ഷൻ വായിക്കുവാനായിട്ട് ഇടയെ തീർന്നു. ആ ക്യാപ്ഷൻ ഇങ്ങനെയാണ്: ഫ്രണ്ട്, FRIEND, അവിടെ എൻഡ്, ഫ്രണ്ട്. നമുക്ക് എത്ര വലിയ കൂട്ടുകാരനാണെങ്കിലും ഫ്രണ്ട്, അതിനൊരു എൻഡിങ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ പല കൂട്ടുകാരന്മാരും ഇപ്പം നമ്മളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരായി തീർന്നു. അതേപോലെ ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ബോയ് ഫ്രണ്ട് ഉള്ളവരുണ്ട്, ഗേൾ ഫ്രണ്ട് ഉള്ളവരുണ്ട്. പക്ഷെ അതൊക്കെ ഒരു സമയം വരെ മാത്രമേ ഉള്ളൂ. എല്ലാത്തിനും ഒരു എൻഡിങ് ഉള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായ അനേകര് നമ്മുടെ കൂടെ ഇപ്പോൾ ഇല്ല, അവര് നമ്മൾ അറിയത്ത് പോലും ഇല്ല ഇപ്പോൾ. പക്ഷെ നമ്മുടെ ഫാമിലി, FAMILY, ഈ അവസാനമുള്ള ILY, ഐ ലവ് യു, എപ്പോഴും നമ്മുടെ ഫാമിലിയിലുള്ളവര് നമ്മളെ കുറിച്ച് പറയുന്നത്, അവര് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പരസ്പരം സ്നേഹിക്കണം. ദൈവവും ആ നിലയിലാണ് നമ്മളെ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ച് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനെയോ അല്ലാതെ നമ്മുടെ ഫ്രണ്ട്സിനെയോ ഒന്നും അവരെ സ്നേഹിക്കില്ലെന്ന് എന്നല്ല. എന്നാലും നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ഒപ്പം എന്നും ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ഫാമിലിയാണ്. അപ്പം ദൈവമാണ് ഈ ഫാമിലിയെ ഭൂമിയിലാക്കി വെച്ചതെന്നൊക്കെ ദൈവവചനത്തിൽ നമുക്ക് വളരെ വ്യക്തമായി നോക്കാം. സൃഷ്ടിയുടെ ബന്ധത്തിൽ ആദാം തനിച്ചായിരിക്കുന്നത് കണ്ട് ദൈവം തക്കതായിട്ടൊരു തുണനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇടയെത്തുന്നു. പിന്നീട് അവരുടെ ഫാമിലിയൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പം ദൈവം വെച്ച ആ ഫാമിലി ഈ ഭൂമിയിൽ ഇന്നും നിലനിൽക്കുന്നു. എന്നാൽ ഫാമിലിക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത അനേകരുടെ മധ്യയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്ത് ദൈവം നമ്മളെ ആക്കി വെച്ച ഫാമിലി നമ്മൾ മറ്റുള്ളവർക്ക്, നമ്മുടെ പേരൻസിന്, നമ്മുടെ കുഞ്ഞുമക്കൾക്ക് നമ്മൾ മാതൃക കാണിച്ചു കൊടുക്കണം എന്നുള്ളത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഓരോ ഭവനത്തിന്റെയും മുതിർന്ന ആൾക്കാര് ആ ഭവനത്തിലുള്ളവർക്ക് എങ്ങനെ മാതൃക കാണിച്ചു കൊടുക്കും എന്ന് നമുക്കൊന്ന് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചെക്ക് ചെയ്യാം. നമ്മുടെ ഭവനങ്ങളിലെ മാതാപിതാക്കൾ, നമ്മുടെ ഭവനങ്ങളിലെ ഗ്രാൻഡ് പാരൻസ്, സീനിയർ സിറ്റിസൺസ്, അവരൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. നമ്മൾ അവരെ പല കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അവർ പാടുന്ന പാട്ടുകൾ, അവര് പ്രയർ ചെയ്യുന്ന പോലെ പ്രയർ ചെയ്യുവാൻ, അവർ ഡ്രസ്സ് ചെയ്യുന്ന പോലെ ഡ്രസ്സ് ചെയ്യുവാൻ, ആ നിലകളിലൊക്കെ നമ്മൾ അവരെ ഒബ്സർവ് ചെയ്യുന്നവരാണ്. പക്ഷെ അവർ ആ നിലയിൽ ദൈവിക പദ്ധതികളുടെ അനുസരിച്ച് നടന്നില്ലെങ്കിൽ ആ ഭവനം ഒരിക്കലും ദൈവം ഉദ്ദേശിക്കുന്ന നിലയിൽ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കില്ല. ദൈവവചനവും അതാ നിലയിലാണ് പറയുന്നത്. ദൈവം മാരേജിനെ കുറിച്ച് ദൈവം വളരെ അനേക കാര്യങ്ങൾ ദൈവവചനത്തിൽ പറയാനായിട്ട് ഇടയെത്തുന്നു. ഫ്രോം ദ ബിഗിനിങ് ഓഫ് ദ ക്രിയേഷൻ God concerns marriage is a holy and essential for human. മനുഷ്യനെ സംബന്ധിച്ചോളം വിവാഹം കഴിക്കുന്നതും ഫാമിലി ആയിട്ട് നിൽക്കുന്നതും അത് ഹോലിയാണ്, അത് എസൻഷ്യൽ ആണെന്നാണ് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നത്. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ അവതരിക്കുമ്പോൾ ഒരു ഭവനത്തിലാണ് ജനിച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ആ ഭവനത്തിലായിരുന്നുകൊണ്ട് ഒരു നല്ല മകനായിട്ട് ദൈവം ആ കാര്യങ്ങൾ ചെയ്തു വരുന്നത് ദൈവവചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 26-27 നമ്മൾ കാണുന്നു. അവിടെ തന്റെ മാതാവിനെ തന്റെ ശിഷ്യന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത്, Woman, behold thy son. Then saith he to the disciples, Behold thy mother. And from that disciples took her unto his own house. ദൈവം തന്റെ അമ്മയായ മേരീനെ ആ ശിഷ്യന്മാരിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ദൈവത്തിന്റെ ദൗത്യം ഈ ഭൂമിയിൽ, കർത്താവ് യേശു ക്രിസ്തുവിന്റെ ദൗത്യം ഈ ഭൂമിയിൽ അവസാനിച്ചപ്പം, കർത്താവ് വന്ന ഉദ്ദേശം ഈ ഭൂമിയിൽ നിറവേറ്റിയപ്പം തന്റെ അമ്മയായ മറിയത്തെ തന്റെ ഡിസൈപ്പിൾസിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭവനത്തിലായിരുന്നുകൊണ്ട് നമ്മളെ ദൈവം വെച്ച ഓരോ ഭവനത്തിൽ, നമ്മുടെ ദൈവം ആക്കി വെച്ച ഒരു ഭവനത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക്, നമ്മുടെ ഭവനത്തിലുള്ളവർക്ക് നമ്മളൊരു എക്സാമ്പിളായി നിലനിൽക്കുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം വരും ദിവസങ്ങളിൽ നമ്മളെ ബലപ്പെടുത്തട്ടെ. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വരും ദിവസങ്ങളിലും ഓരോ ഭവനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഒന്നിച്ച് പഠിക്കുവാൻ ഈ ക്ലാസ്സിൽ കൂടെ ദൈവം സഹായിക്കട്ടെ. ആ നിലയിൽ അടിയനെയും ബലപ്പെടുത്തട്ടെ. ദൈവം നാമം മഹത്വപ്പെടുമാറാവട്ടെ.